മോൾക്ക് സംസാരശേഷിയില്ല, സ്വാധീനക്കുറവാ. ഇത് ജനിച്ചപ്പോഴെങ്ങനെയായിരുന്നു? ജനിച്ചപ്പോൾ മിടുക്കിയായിരുന്നു. 6 വയസ്സ് മുതൽ അസുഖമായി. തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ അമൃത ഹോസ്പിറ്റലിൽ തൈറോയിഡിൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞ് ഫിക്സ് വന്ന കൂട്ടത്തിൽ ഭിന്നശേഷിയായതാണ്. നമ്മുടെ വീട്ടിൽ കെയർ ചെയ്യുന്നതിനെക്കാട്ടിലും കാര്യമായിട്ടാണ് ഹെഡ് മാസ്റ്റർ ആണെങ്കിലും ടീച്ചേഴ്സും സാറുമാരും ഫ്രണ്ട്സും ഇവളെ കൊണ്ട് നടക്കുന്നത്. മോളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്തുവാ? മോളുടെ ആഗ്രഹം ദിലീപേട്ടനെ കാണണമെന്നാണ്. ദിലീപേട്ടൻ്റെ ഫോട്ടോ ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. കുഞ്ഞു വരച്ച പടത്തിനൊരു ജീവനുണ്ട്. മോളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്തുവാ? മോളുടെ ആഗ്രഹം ദിലീപേട്ടനെ കാണണമെന്നാണ്. മോനെ നമുക്കൊക്കെ എങ്ങനെ സാധിക്കാനാണ്? ജനങ്ങളൊന്നും കാണാതെ ജനപ്രിയ നായകൻ ദിലീപിനെ വിളിക്കില്ല. ഞാനോ രാവോ ഇരുളു നീന്തി വന്നു, ആരും കാണാതകലെ കാത്തു നിന്നു, ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു ചാരേ നിന്നെ കൺപാർക്കുവാൻ. ആൽഫിമോളുടെ ഏറ്റവും വലിയ ആഗ്രഹമായി ദിലീപേട്ടനെ നമ്മൾ സെല്ലിലോയിലൂടെ കാണിച്ചു കൊടുത്തു. അതിൽ നിന്ന് ദിലീപേട്ട താങ്ക് യു. കുഞ്ഞൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മുടെ ചാനൽ സെല്ലിലോട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം കൊടുത്തു എന്ന് പറയുന്ന പോലെ നമ്മൾ ജോണിയാൻ ചേട്ടനെ കാണിച്ചു, സിദ്ദിഖിക്കെ കാണിച്ചു, ധ്യാൻ ചേട്ടനെ കാണിച്ചു. ആ കുഞ്ഞിൻ്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ട് കേട്ടോ. അത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ സെല്ലിലോട് ചാനൽ എന്നും ജനങ്ങളോടൊപ്പമായിരിക്കും. ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇൻ്റർവ്യൂ, സിനിമ പ്രൊമോഷൻ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. കലാകാരന്മാരെ സ്നേഹിക്കുന്ന ഒരുപാട് ഈ കുഞ്ഞ് ആരാധകന്മാർക്കും നമ്മുടെ ചാനൽ എന്നും നിങ്ങളോടൊപ്പമായിരിക്കും. അപ്പോൾ താങ്ക് യു.